ഇതാണ് താരം, ഇന്നത്തെ താരം, ദേശാഭിമാനി. നമ്മുടെ സഖാക്കന്മാരുടെ പത്രം ദേശാഭിമാനി. ഈ ദേശാഭിമാനിയിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്നോ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോയോ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു 4 വാചകം ദേശാഭിമാനിയിൽ ഞാൻ വളരെ പാടുപെട്ട് നോക്കിയിട്ടോ. ഒന്നാം പേജിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി എന്നില്ല. മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും, എനിക്കറിയാം, മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും ക്രിസ്മസിന് 1-ാം പുറത്ത് ഉണ്ണിയേശുവിന്റെ പടം കൊടുക്കുന്ന പത്രമാണ്. നബിദിനത്തിൽ അത്തരത്തിൽപ്പെട്ട എല്ലാ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഒക്കെ മറ്റെല്ലാ മതവിഭാഗങ്ങളോടും ദേശാഭിമാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹിന്ദുക്കൾ നാറികൾ ചെറ്റകളാണെന്നാണ് ഇവർ പറയുന്നത്. അതിൽ പറയാൻ ഒരു കാര്യം, ഇതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് കേരളത്തില് ഈ സഖാക്കന്മാരുടെ ഈ പത്രം വാങ്ങുന്ന സഖാക്കന്മാര് 75% സഖാക്കന്മാരും ഹൈന്ദവരാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത് CPM-നാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥിതിഗതികൾ കുറേയൊക്കെ മാറി. ഏതാണ്ട് അത്ര തന്നെ വോട്ടുകൾ BJP-യും പിടിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ഹിന്ദുക്കളുടെ ഒരു കുത്തകാവകാശം ഏറ്റെടുത്ത പാർട്ടിയൊക്കെയാണ് കേട്ടോ. മാത്രമല്ല ഏറ്റവും വലിയ രസം, ഇപ്പൊ അയ്യപ്പ മഹാസംഗമം നടത്തുന്ന കൂട്ടരാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അയ്യപ്പ മഹാസംഗമം എന്തിനു വേണ്ടി നടത്തുന്നു? ഇവിടുത്തെ ഹൈന്ദവരെ പറ്റിക്കാൻ വേണ്ടി മാത്രമല്ല, പിണറായി വിജയന്റെ അയ്യപ്പ ശാപം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രസിദ്ധരായ ജ്യോതിഷികൾ പറഞ്ഞതാണ് പിണറായി വിജയ, അയ്യപ്പ ശാപം നിന്റെ തലക്ക് അയ്യപ്പ ശാപം ഏറ്റിരിക്കുന്നു. നീ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെയാണ് കണ്ണീർ കുടിപ്പിച്ചത്. 18-ാം പടിയിൽ നിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടത്തെ ചില ആക്ടിവിസ്റ്റുകളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഹൈന്ദവ വിരുദ്ധത ചെയ്ത പിണറായി വിജയൻ ശാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി. പല BJP നേതാക്കളും ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലാവുന്നു. ഇതാണ് ഹിന്ദുക്കളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഹിന്ദുക്കളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത, ഒന്നും വേണ്ട. ഇതൊക്കെ ഒരു പത്രധർമ്മമാണ്. 50% കൂടുതൽ ഹൈന്ദവ വിശ്വാസികളുള്ള ഒരു സമൂഹത്തിലേക്കാണ് ദേശാഭിമാനി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു പടം പോലും അച്ചടിക്കാതെ, ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്ന് പറയുന്ന ഒരു വരി കൂടി എഴുതാതെ പത്രം. ഇതാ 1-ാം പുറം മാത്രമല്ല, ഈ എഡിറ്റോറിയൽ പേജിൽ വല്ല ലേഖനവും ഉണ്ട് എന്ന് ശ്രീകൃഷ്ണന്റെ ഭഗവത്ഗീതയുടെ മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് എഴുതാലോ. ഒന്നുമില്ല, ഉള്ളിലെ പേജിൽ ഒന്നുമില്ല. ഇതാണ് ഈ മണ്ടന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോഴും ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ. സമ്മതിക്കണം മക്കളെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അവരുടെ ആ ത്രസിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഊർജമാണ് കൃഷ്ണൻ. നമ്മുടെ പരമമായ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹോദര്യത്തിന്റെ, പ്രണയത്തിന്റെ, ഇതിന്റെയൊക്കെ ഒരു ആൾ രൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അയ്യപ്പ സംഗമം നടത്തുകയാണ്. അയ്യപ്പ സംഗമം 20-ാം തീയതി അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഒരു വരി പോലും എഴുതാത്ത ഈ ചറ്റപ്പത്രം. ഞാനിതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പറയണം. ഈ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ അറിയിക്കട്ടെ. മലയാള മനോരമ പത്രത്തിൽ ഇന്നത്തെ മലയാള മനോരമയിൽ അവരുടെ മാസ്റ്റർ ഹെഡിനോടൊപ്പം തന്നെയാണ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി.
ഓടക്കുഴലൂതുന്ന അമ്പാടിക്കണ്ണന്റെ ഒരു ചിത്രത്തിനൊപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, മായാമധുരം മാധവം എന്ന ഒരു സ്പെഷ്യൽ ഒരു സ്റ്റോറി അതിന്റെ കൂടെയുണ്ട്. അത് ഞായറാഴ്ച പതിപ്പിന്റെ ഒപ്പമാണ് അതുള്ളത്. അതൊരു ഡബിൾ സ്പ്രെഡിലാണ് അത് കൊടുത്തത് കേട്ടോ. മായാമധുരം മാധവം മേലെ കാണുന്നുണ്ടല്ലോ. ഈ 8 കോളല്ല 16 കോളത്തിൽ 2 പേജിലും കൂടെയാണ് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ച് മലയാള മനോരമ പത്രം കൊടുത്തിരിക്കുന്നത്. MT വാസുദേവൻ നായരുടെ മകള് അശ്വതിയാണ് ഈ കുറിപ്പ് എഴുതിയത് കേട്ടോ. സ്നേഹമായും സംരക്ഷണമായും ധർമ്മമായും മനസ്സുകളിൽ നിറയുന്ന ശ്രീകൃഷ്ണ സങ്കല്പത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നർത്തകിയും MT വാസുദേവൻ നായരുടെ മകളുമായ അശ്വതി വി നായർ എഴുതുന്നു. മായാ മധുരം മാധവം. അതില് സുദീർഘമായ ഒരു ലേഖനമാണ്. വളരെ മനോഹരമായ ആരുടെയാണ് ബേബി ഗോപാലിന്റെ ചിത്രങ്ങളുമുണ്ട് കേട്ടോ. അത് ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണന്റെ മുഖം, ശരീരം, ചലനം, വേണുനാദം, നൃത്യം, അങ്ങനെ എല്ലാമെല്ലാം മധുരമയമാണ് എന്ന് വല്ലഭാചാര്യർ പറയുന്നു. ഈ വരികൾ ഒരു തില്ലാനയിൽ കോർത്തിണക്കി അതിമനോഹരമായി ഭരതനാട്യത്തിൽ ആദ്യമായി അവതരിപ്പിച്ചു കണ്ടത് ഗുരു ചിത്ര വിശ്വേശ്വരനാണ്. അപ്പൊ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവിധ നൃത്തരൂപങ്ങളെ കുറിച്ചാണ് അശ്വതി ഓർമ്മിപ്പിക്കുന്നത്. എത്രമാത്രം അനുവാചകരുടെ ഹൃദയങ്ങളിലേക്ക് കൃഷ്ണന്റെ സങ്കല്പം എത്തിക്കാൻ ഈ പത്മ സുബ്രഹ്മണ്യത്തെ പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്രാ വിശ്വേശ്വരൻ തുടങ്ങിയ പ്രഗത്ഭര് എത്രമാത്രം മനോഹരമായിട്ടാണ് കൃഷ്ണസങ്കല്പം നൃത്തങ്ങളിലൂടെ, അവരുടെ മുദ്രകളിലൂടെ, പദചലനങ്ങളിലൂടെ, അവരുടെ ഭാവങ്ങളിലൂടെ ആസ്വാദകരിലേക്ക് എത്തിച്ചതെന്ന് നർത്തകി കൂടിയായ അശ്വതി പറയുകയാണ്. അപ്പോൾ മലയാള മനോരമ ശ്രീകൃഷ്ണ ജയന്തിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മലയാള മനോരമ മാത്രമല്ല, കേരള കൗമുദിയുടെ ടോപ്പിൽ തന്നെ 3 കോളത്തിലുള്ള ഒരു ഫോട്ടോയുണ്ട്. അത് ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തില് അമ്പാടിക്കണ്ണനായി വേഷമിട്ട ഒരു കുട്ടിയുടെ ഒരു ചിത്രം വെച്ചിട്ടാണ്. കൃഷ്ണ കൃപാസാഗരം എന്ന ഒരു കാച്ച് ലൈനിലാണ് ആ പടം കൊടുത്തത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണവേഷധാരിയായി എത്തിയ കുരുന്ന്. ഫോട്ടോ റാഫി എം ദേവസി കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസ് ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് റാഫി എം ദേവസി. ഈ വീഡിയോ റാഫി എം ദേവസി കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. റാഫിക്ക് ഒരുപാട് ആശംസകൾ. റാഫിയുടെ മനോഹരമായ ഒരു പടമാണ് കേരള കൗമുദി അങ്ങനെ 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ എഡിറ്റോറിയൽ പേജിൽ, കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ അമ്പലപ്പുഴ രാജഗോപാലിന്റെ ആണ് കേട്ടോ ലേഖനം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ധർമാനുഷ്ഠാനത്തിന്റെ ഗിരിശൃംഗത്തിലേക്ക്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ധർമാനുഷ്ഠാനത്തിന്റെ ഗിരിശൃംഗത്തിലേക്ക് എന്ന വളരെ ഒരു പ്രൗഢഗംഭീരമായ ഒരു ലേഖനം എഡിറ്റോറിയൽ പേജിൽ കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മാതൃഭൂമി എടുക്കാം. മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഇന്ന് അഷ്ടമി രോഹിണി. മാതൃഭൂമി ഒരു സിംഗിൾ കോളത്തിലാണ് കൊടുത്തത്. ഈ ഫോട്ടോ സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. 6-ാം പേജിൽ ഇത് സംബന്ധിച്ച ഒരു ലേഖനമുണ്ട് എന്നാണ് പറയുന്നത്. 6-ാം പേജ് നമുക്ക് നോക്കാം. 6-ാം പേജിൽ എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ പേജിൽ ഇതാ ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ആകർഷണീയമായിട്ട് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. കൃഷ്ണനേക്കാൾ വലിയ സുഹൃത്തില്ല. അർജുനനെ സാഹസങ്ങളിൽ നിന്ന് രക്ഷിച്ചുപദേശിച്ച് ശിഷ്യനാക്കി, ഒടുവിൽ സ്വതന്ത്രനാക്കി. HAC തഥാ ഗുരു. ഗീതയിലെ 18:6 ശ്ലോകമാണ്. ഇഷ്ടം പോലെ ചെയ്തോ എന്നൊരു ഗുരുവാക്യം മറ്റൊരു ശിഷ്യനും കേട്ടുകാണില്ല. PK ദയാനന്ദനാണ് ഇതില് മുൻ നിരൂപകനും മുൻ മലയാളം പ്രൊഫസറുമാണ് ലേഖകൻ. അപ്പം PK ശ്രീ ദയാനന്ദന്റെ ലേഖനമാണ് ഏറ്റവും മുകളിലായിട്ട് തന്നെ മാതൃഭൂമി കൊടുത്തത്. മാധ്യമം ഇല്ല. ശ്രീകൃഷ്ണ ജയന്തി മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഈ മാധ്യമത്തിന്റെ ഒക്കെ ഇവരുടെ ഒരു കപട മുഖം മൂടിയുണ്ടല്ലോ. ഞങ്ങൾ മതനിരപേക്ഷരാണ്. മണ്ണാങ്കട്ടിയാണ് മതനിരപേക്ഷത. ഖത്തറിൽ ഭീകരരെ സംരക്ഷിക്കുന്നത് വാഴ്ത്തുകയും ആ ഭീകരന്മാരെ ഇസ്രായേല് ബോംബിട്ട് കൊന്നാൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്ന ഹമാസിന്റെ ആരാധകർ. വെറുതെ നമുക്ക് മാധ്യമത്തിന് കുറ്റം പറയുന്നത്. ഇതാണ് താരം, ഇന്നത്തെ താരം. ദേശാഭിമാനി, നമ്മുടെ സഖാക്കന്മാരുടെ പത്രം ദേശാഭിമാനി
ഈ ദേശാഭിമാനിയില് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്നോ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോയോ ശ്രീകൃഷ്ണന്റെ ഒരു ചിത്രമോ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു 4 വാചകം ദേശാഭിമാനിയിൽ ഞാൻ വളരെ പാടുപെട്ട് നോക്കിയിട്ടോ. ഒന്നാം പേജിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി എന്നില്ല. മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും എനിക്കറിയാം, മറ്റെല്ലാ മതവിഭാഗങ്ങളുടെയും ക്രിസ്മസിന് ഒന്നാം പുറത്ത് ഉണ്ണിയേശുവിന്റെ പടം കൊടുക്കുന്ന പത്രമാണ്. നബിദിനത്തിൽ അത്തരത്തിൽപ്പെട്ട എല്ലാ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ഒക്കെ മറ്റെല്ലാ മതവിഭാഗങ്ങളോടും ദേശാഭിമാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹിന്ദുക്കൾ നാറികൾ ചെറ്റകളാണെന്നാണ് ഇവർ പറയുന്നത്. അതിൽ പറയാൻ ഒരു കാര്യം ഇതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് കേരളത്തില് ഈ സഖാക്കന്മാരുടെ ഈ പത്രം വാങ്ങുന്ന സഖാക്കന്മാര് 75% സഖാക്കന്മാരും ഹൈന്ദവരാണ്. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത് CPM-നാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ഥിതിഗതികൾ കുറേയൊക്കെ മാറി. ഏതാണ്ട് അത്ര തന്നെ വോട്ടുകൾ BJP-യും പിടിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ഹിന്ദുക്കളുടെ ഒരു കുത്തകാവകാശം ഏറ്റെടുത്ത പാർട്ടിയൊക്കെയാണ് കേട്ടോ. മാത്രമല്ല ഏറ്റവും വലിയ രസം ഇപ്പൊ അയ്യപ്പ മഹാസംഗമം നടത്തുന്ന കൂട്ടരാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അയ്യപ്പ മഹാസംഗമം എന്തിനു വേണ്ടി നടത്തുന്നു? ഇവിടുത്തെ ഹൈന്ദവരെ പറ്റിക്കാൻ വേണ്ടി മാത്രമല്ല, പിണറായി വിജയന്റെ അയ്യപ്പ ശാപം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രസിദ്ധരായ ജ്യോതിഷികൾ പറഞ്ഞതാണ് പിണറായി വിജയ, അയ്യപ്പ ശാപം നിന്റെ തലക്ക് അയ്യപ്പ ശാപം ഏറ്റിരിക്കുന്നു. നീ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെയാണ് കണ്ണീർ കുടിപ്പിച്ചത്. 18-ാം പടിയിൽ നിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടത്തെ ചില ആക്ടിവിസ്റ്റുകളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഹൈന്ദവ വിരുദ്ധത ചെയ്ത പിണറായി വിജയൻ ശാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി പല BJP നേതാക്കളും ഇതിനു മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലാവുന്നു. ഇതാണ് ഹിന്ദുക്കളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഹിന്ദുക്കളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത, ഒന്നും വേണ്ട. ഇതൊക്കെ ഒരു പത്രധർമ്മമാണ്. 50% കൂടുതൽ ഹൈന്ദവ വിശ്വാസികളുള്ള ഒരു സമൂഹത്തിലേക്കാണ് ദേശാഭിമാനി ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു പടം പോലും അച്ചടിക്കാതെ, ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്ന് പറയുന്ന ഒരു വരി കൂടി എഴുതാതെ പത്രം ഇതാ ഒന്നാം പുറം മാത്രമല്ല, ഈ എഡിറ്റോറിയൽ പേജിലും അല്ല ലേഖനവും ഉണ്ട് എന്ന് ശ്രീകൃഷ്ണന്റെ എന്താ പറയാ ഭഗവത്ഗീതയുടെ മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് എഴുതാലോ. ഒന്നുമില്ല, ഉള്ളിലെ പേജിൽ ഒന്നുമില്ല. ഇതാണ് ഈ മണ്ടന്മാരായ ഹൈന്ദവ വിശ്വാസികൾ ഇപ്പോഴും ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പർ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട് കേട്ടോ. സമ്മതിക്കണം മക്കളെ. നിങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അവരുടെ ആ ത്രസിപ്പിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഊർജമാണ് കൃഷ്ണൻ. നമ്മുടെ പരമമായ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹോദര്യത്തിന്റെ, പ്രണയത്തിന്റെ, ഇതിന്റെയൊക്കെ ഒരു ആൾ രൂപമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അയ്യപ്പ സംഗമം നടത്തുകയാണ്. അയ്യപ്പ സംഗമം 20-ാം തീയതി അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഒരു വരി പോലും എഴുതാത്ത ഈ ചറ്റപ്പത്രം. ഞാനിതിനെ പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പറയണം. ഈ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യം മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത്.